ഹായ് ഓൾ. റീറ്റെയിൽ ബിസിനസ്സിൽ നമുക്ക് മതിയായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരുപാട് പെർമിറ്റുകളും ബഡ്ജറ്റും എല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിലും അത് കൂടാതെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ഒരു റീറ്റെയിൽ ബിസിനസ്സേഴ്സിൻ്റെ മീറ്റിൽ പോയപ്പോഴാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ നേരിട്ടറിയാനും അവർക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനും സാധിച്ചത്. അതെന്തായാലും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് നല്ലൊരു ഈവൻറ്റ് ലോഞ്ച് പ്രോഗ്രാം നടത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ പുതിയ ഒരു പ്രോഡക്റ്റോ സർവീസോ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്താൽ ഒരു ഇവൻറ്റ് വെച്ചാൽ അത് ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് കാണാനും നേരിട്ട് അത് പരിചയപ്പെടാനും സാധിക്കും. അതിലൂടെ കൂടി നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സിൽ നമുക്ക് ഗ്രോത്ത് കൈവരിക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം നമുക്ക് പാർട്ട്ണർഷിപ്പാണ്. അതായത് മറ്റ് ഇതുപോലെയുള്ള നല്ല കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമ്മുടെ റീറ്റെയിൽ ബിസിനസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നീട് നമുക്ക് കസ്റ്റമർ സർവീസ് അറിയാമല്ലോ. കസ്റ്റമർ ഈസ് ദ കിങ്. ബിസിനസ്സിൽ കസ്റ്റമറാണ് കിങ്. അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ സർവീസ്, നമ്മൾ കൊടുത്ത പ്രോഡക്റ്റും സർവീസും അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, സന്തോഷം, അവർ ഹാപ്പി കസ്റ്റമേഴ്സ് ആണോ എന്ന് നമ്മൾ നേരിട്ടറിയുക എന്നുള്ളതാണ്. അതിന് നമുക്ക് അതിൻ്റെ കസ്റ്റമർ സർവീസ് നടത്താൻ സാധിക്കും. അടുത്തതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ലോയൽറ്റി പ്രോഗ്രാംസ്. നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ട ഡിസ്കൗണ്ട്സും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഓരോ ഒക്കേഷൻസിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിവാർഡ് പോയിന്റുകളായിട്ടും അവർ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ ഇതിലൂടെ തന്നെ സാധിക്കുന്നതാണ്. അടുത്ത് നമുക്ക് വേണ്ടത് റീറ്റെയിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസേഷനിൽ നമ്മുടെ ഓർഗനൈസേഷനെ ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓൺലൈൻ വളരെ കൂടുതൽ ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഡിജിറ്റലി നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ സൈറ്റ് ഉണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സിന് അത് ഓൺലൈനിൽ കൂടി അതിന് പരിചയപ്പെടാനും നമ്മുടെ ബിസിനസ്സിലേക്ക് എത്താനും സാധിക്കും. ഇതൊക്കെ നമ്മുടെ റീറ്റെയിൽ ബിസിനസ്സിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു റീറ്റെയിൽ ബിസിനസ് ഓണർ ആണെങ്കിൽ അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.